ഹായ് മക്കളമാരെ, കണ്ടോ? 5 ചെമ്പരത്തിപ്പൂവ്, 2 തുളസിയുടെ തണ്ട്, കുറച്ച് കയ്യൂന്നി, ഒരു പിടി ഇലയുണ്ടത്, പിന്നെ നവരയുടെ ഇല, പിന്നെ മൈലാഞ്ചി ഇല, കറിവേപ്പില, പിന്നെന്താ കറ്റാർ വാഴ. ഇതിത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ എടുത്തുകൊണ്ട് കറ്റാർ വാഴ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അത് കട്ട് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം വെച്ചിരിക്കണം. അതിനകത്തൊരു മഞ്ഞ കളറുണ്ട്, അതങ്ങ് പോയതിന് ശേഷം വേണം. ഇതേപോലെ അതിൻ്റെ സൈഡ് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡിൽ ഇളക്കിയിട്ട് അതിൻ്റെ മേളിലത്തെ വലിച്ചാൽ അതിങ്ങ് പോരും. എന്നിട്ട് ഇതേപോലെയാണ് പിന്നെ കറ്റാർ വാഴയുടെ ജെല്ലെടുക്കേണ്ടത്. കണ്ടോ? ഞാൻ എടുക്കുന്നുണ്ട്, ഇതേപോലെ എടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ഇതെല്ലാം കണ്ടോ? ഞാനതെല്ലാം പ്രത്യേകം പറിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം എടുത്തിരിക്കുന്നത് കണ്ടോ? ഇതേപോലെ നിങ്ങളും അതേപോലെ പറിച്ചെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ എടുത്തതിന് ശേഷം, ഇങ്ങനെ പറിച്ചെടുത്ത് ഇതെല്ലാം എടുത്തതിന് ശേഷം ഇനി കാര്യം പറയാം. ഇതിനെ മിക്സിയിൽ അടിക്കണം. മിക്സിയിൽ നന്നായിട്ട് അടിച്ച്, നന്നായിട്ട് അരിഞ്ഞില്ലെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, എന്നാലും ഒഴിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്തില്ലേ, ഇങ്ങനെ ഇതായിട്ട് കിട്ടും. അതിനെ നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കി വറ്റിക്കണം. എന്തിനെന്നറിയാമോ ഇത് ഞാൻ എടുത്തത്? തലയിൽ തേക്കുന്ന എണ്ണ കാച്ചാനാണ്. അടിപൊളി എണ്ണയാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും, തല നന്നായിട്ട് തണുക്കും, പിന്നെ മുടി വളരും, പിന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. ഇതിനെല്ലാം കൂടെ ഉപയോഗിക്കുന്ന എണ്ണയാണ്. അതിന് ഞാൻ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചാൻ പോകുന്നത്. 1/2 ലിറ്റർ വെള്ളം, ആ വെള്ളമൊക്കെ വറ്റുമ്പോൾ കണ്ടോ, ഞാൻ അതിനകത്തോട്ട് 1/2 ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളിതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടി പിടിക്കാൻ പാടില്ല. അടിയും പിടിക്കാതെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. കയ്യോന്നി എന്ന് പറയുന്ന കയ്യോന്നി ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. മുടിക്ക് കറുപ്പ് നിറവും മുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തുളസി നല്ലൊരു മെഡിസിനൽ പ്ലാന്റാണ്. പിന്നെന്താ, നമ്മുടെ കറ്റാർ വാഴ മുടി തഴച്ച് വളരാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ മുടിക്ക് കറുപ്പ് നിറം, തല തണുക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ചെമ്പരത്തി ഇല, ഇതും അതേപോലെ. അങ്ങനെ നമ്മളെടുത്തിട്ടുള്ള അതെല്ലാം നല്ല അടിപൊളിയാണ്. ഇത് നന്നായിട്ട് കാച്ചുണ്ട്. ആ എണ്ണയുടെ കളറൊക്കെ കണ്ടോ? കുറച്ച് നേരം ഇളക്കണം കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അതിൻ്റെ അതെന്ന് പറയുന്നത് മണൽത്തരി പോലാകും. അതിൻ്റെ കക്കലെന്ന് പറയുന്നത്, കക്കയില്ലേ, അതിൻ്റെ കക്കയെന്ന് പറയുന്നത്, അതിനകത്ത് നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുക്കുക, മണൽത്തരി എങ്ങനെയാണോ അതേപോലെ ആവും. അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് ഈ എണ്ണ തണുത്തിട്ട് ഒരു നല്ല ഒരു നല്ല വൃത്തിയുള്ളൊരു തുണിയെടുത്ത് അതിനകത്ത് അരിച്ചൊഴിച്ച് തണുത്തിട്ട് വേണേ. എന്നിട്ട് കുപ്പിയിലാക്കി വെച്ച അടിപൊളി എണ്ണയാണ്. തലവേദനയും തലയ്ക്ക് ഭാരവും അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി എണ്ണയാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ്. ഇതിൻ്റെ രഹസ്യം നിങ്ങൾക്കൂടെ ഞാനിപ്പോൾ പറഞ്ഞു തരികയാണ്. അടിപൊളി എണ്ണയാണ്. നല്ല മുടി വളരും, മുടിക്ക് നല്ല കറുപ്പായിരിക്കും,